വ്യവസായ വികസനം കേരളത്തിലെന്ന് പറയുമ്പോൾ പി ജയരാജനെ പോലൊരു രാഷ്ട്രീയ നേതാവിനോട് അതിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാവുന്നതല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. കാരണം ഇന്നിപ്പോൾ അല്പം മുമ്പ് അവസാനിച്ച ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. ശരിയായ സാമൂഹ്യ ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ള യുവജന സംഘടനയാണ് DYFI എന്ന് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയിൽ ഞാൻ കേട്ട മനസ്സിൽ പതിഞ്ഞൊരു വാചകം, ഞങ്ങൾ DYFI രൂപീകരിക്കുന്ന കാലത്ത് പി ജയരാജൻ പറഞ്ഞ വാചകങ്ങളാണ്. ഞങ്ങൾ DYFI രൂപീകരിക്കുന്ന കാലത്ത് നേരിട്ടിട്ടുള്ള യാതനകൾ, തീക്ഷ്ണമായ സമരത്തിൻ്റെ കാലം, അതിൽ നിന്ന് പുതിയ കാലത്തേക്ക് പോകുമ്പോൾ പുതിയ കാലത്തിൻ്റെ ആവശ്യകതകൾ ഏറ്റെടുക്കുന്ന DYFIയെ 2025 ഇവിടെ DYFIയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് യാത്രകൾ, ഒരുപാട് കാലത്തിൻ്റെ യാത്ര അതിനിടയിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൂടെ മാത്രമേ നാടിൻ്റെ മാറ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം എന്നതുകൂടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ സംസാരത്തിൽ കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളിക്ക് സുപരിചിതനായ നേതാവാണ് പി ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി, വാർത്താ വ്യക്തിയായി ഒക്കെ നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളേച്ച വാടക കൊലയാളികളാൽ ആക്രമിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അസാമാന്യമായ പോരാട്ടത്തിൻ്റെ ഒരു പോരാളിയുടെ മുഖവും പേരും കൂടിയാണ് നമ്മളെ സംബന്ധിച്ച് എനിക്കൊപ്പം ഇരിക്കുന്ന ശ്രീ പി ജയരാജൻ. അങ്ങനെയുള്ളൊരു നേതാവിനോടാണ് സംസാരിക്കുന്നത് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ ആകെയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ പി ജയരാജൻ DYFIയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ, അന്ന് ഹനൻമുള്ള സെക്രട്ടറിയാണ്, SFI രംഗത്ത് സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാക്കൾ, അങ്ങനെയുള്ള ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ DYFI എന്ന സംഘടനയുമായിട്ടുള്ള താങ്കളുടെ ഒരു ആത്മബന്ധം എന്താകും, സവിശേഷമായി ഇപ്പോൾ പറയുക? DYFI രൂപീകരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചത് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്ന KSYF AKG ആണ് ആ സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്തത്. ആ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സമാന ആശയഗതികളുള്ള സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. ഉദാഹരണത്തിന് തമിഴ്നാട് സോഷ്യലിസ്റ്റ് വാലിബർ മുന്നണി, ആന്ധ്രയിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ, വെസ്റ്റ് ബംഗാൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ, പഞ്ചാബിൽ നവജവാദ് സഭ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകളിൽ ഏതാണ്ട് സമാന ആശയഗതികളുള്ള ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. ആ സംഘടനകളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമാന ആശയഗതിക്കാരായിട്ടുള്ളവരുടെ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കുക, അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ആ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് 1978-79 കാലഘട്ടത്തിൽ പൊതു അഭിപ്രായമുയർന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാലത്തെ ചിന്ത. അതെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജോയിൻറ്റ് കൺവീനറായി, അമിത് വാസു വെസ്റ്റ് ബംഗാൾ, അദ്ദേഹവും മറ്റൊരു കൺവീനർ, 2 ജോയിൻറ്റ് കൺവീനർമാരായിട്ട് ഒരു പ്രിപ്പറേറ്ററി കമ്മിറ്റി ഉണ്ടാക്കി. ആ പ്രിപ്പറേറ്ററി കമ്മിറ്റിയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ 1980 നവംബർ മാസം പഞ്ചാബിൽ സമ്മേളിച്ചുകൊണ്ട് DYFIക്ക് രൂപം കൊടുത്തത്. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യം, ആ സമ്മേളനത്തിൽ, ഇങ്ങനൊരു സമ്മേളനം നടക്കുന്നതറിഞ്ഞ് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ വന്നെത്തിയതിൽ ഒരാൾ കിഷോരി ലാലായിരുന്നു. കിഷോരി ലാൽ ഭഗവത് സിംഗിനോടൊപ്പം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അന്ന് കിഷോരി ലാലിന് പ്രായം കുറവായിരുന്നു. അതുകൊണ്ട് ജീവപര്യന്തം തടവ് കൊടുത്ത് ജയിലിൽ കിടന്ന കിഷോരി ലാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറേ വർഷം പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം ജയിൽ വിമുക്തനായത്. അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ആ സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഭഗവത് സിംഗ് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ സമ്മേളനത്തിൽ അദ്ദേഹമാണ് വരിക. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരും വഴികാട്ടിയുമൊക്കെയായിരുന്ന ഭഗവത് സിംഗിൻ്റെ
ആഗ്രഹ അഭിലാഷങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യവാദികളായ യുവജന സംഘടനകൾ സമ്മേളിച്ചുകൊണ്ട് ഒരു അഖിലേന്ത്യാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് സന്തോഷകരമാണ്. ആ സൽമുഹൂർത്തത്തിലാണ്, അത് നേരിൽ കാണാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചത്. ആ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ DYFIയുടെ. യഥാർത്ഥത്തിൽ പുതുതലമുറയോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ കാലം അവിടെ നിന്ന് തുടങ്ങിയ ഒരു സംഘടനയുടെ സഞ്ചാരം എന്നത് പുതുതലമുറയോട് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. താങ്കളെപ്പോലെ ഒരു പൊതുപ്രവർത്തകനെ, രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതിൽ വരുത്തിയിട്ടുള്ള ഈ സംഘടന നൽകിയിട്ടുള്ളൊരു വലിയ സംഭാവന, സീതാറാം യെച്ചൂരിയും ഒക്കെയുള്ള വിദേശയാത്രകൾ, നിങ്ങളുടെ ആത്മബന്ധങ്ങൾ, ദില്ലിയിൽ നിന്നൊക്കെ പലപ്പോഴും അതേക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ EPയോട് നേരിട്ട് സംസാരിക്കുന്നത് അതേക്കുറിച്ച് ആദ്യമാണ്. അത്തരം താങ്കളെ രൂപപ്പെടുത്തിയ ബന്ധങ്ങൾ, അതുപോലെ തന്നെ യാത്രകൾ, അനുഭവങ്ങൾ, അതേക്കുറിച്ച്. ഞങ്ങളുടെ DYFIയുടെ രൂപീകരണത്തിന് ശേഷമാണ് അതിന് സ്വതന്ത്രമായി ഡൽഹിയിൽ ഒരു ഓഫീസും പ്രവർത്തനവും തുടങ്ങി. അന്ന് ഞങ്ങളോടൊപ്പം ഞാൻ പ്രസിഡൻറ്റും ഹനൻമുള്ള ജനറൽ സെക്രട്ടറിയും സുനിത് ചോപ്ര, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ട്രഷററുമായിട്ടുള്ളതായി. ആ സംഘടനയുടെ കേന്ദ്രം അന്ന് ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെ ഒരു MPമാരുടെ ക്വാർട്ടേഴ്സാണ് ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം. അവിടെ തന്നെയാണ് SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. അന്ന് സീതാറാം യെച്ചൂരിയും ഒക്കെ അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ആ കാലഘട്ടം മുതൽ 80-ൽ സംഘടന രൂപീകരിച്ചതിന് ശേഷം അദ്ദേഹം നമ്മളിൽ നിന്നും വേറിട്ട് പോയി മരിക്കുന്നതും വരെ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അസാമാന്യ സംഘടന പാഠവും അതുപോലെ തന്നെ ഒരു അസാമാന്യ ബന്ധം വെച്ചു പുലർത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ ഏതാണ്ട് 2 ആഴ്ചക്കാലം ഒന്നിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് യുവജന വിദ്യാർത്ഥി പ്രതിസംഘം വിദേശ രാജ്യങ്ങളിൽ പോയ അവസരത്തിൽ അദ്ദേഹത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവും ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉദ്ധവ് ഭട്ടാചാര്യ, അദ്ദേഹം അന്ന് ഈ പ്രതിസംഘത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഞാൻ ആ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10-14 ദിവസക്കാലം മോസ്കോവിൽ, സോവിയറ്റ് യൂണിയൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒക്കെ ഒന്നിച്ച് സഞ്ചരിക്കാനും, ഞാനും സീതാറാമും ഒരു മുറിയിലായിരുന്നു താമസം. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അടുത്ത പാർട്ടി രംഗത്തുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഒരു കുടുംബ ബന്ധം പോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും അത് അവസാന കാലം വരെ അത് തുടരുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു ആത്മബന്ധം സീതാറാം യെച്ചൂരിയുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒട്ടനവധി നേതാക്കന്മാരുമായി. ഇന്ത്യ ഒട്ടാകെ അക്കാലം മുതലുള്ള യുവജന നേതാക്കളുമായിട്ടുള്ളൊരു വലിയ ബന്ധത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും താങ്കളെ സംബന്ധിച്ചുണ്ടാവും. പിന്നീട് അവിടെ നിന്ന് CPIMൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം കണ്ണൂരിൽ പ്രവർത്തിച്ച ശേഷമാകുന്നു. പിന്നീട് സംസ്ഥാന നേതൃനിരയിലേക്ക് വരുന്നു, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നു. ഈ യാത്രകൾ ഉടനീളം സംഭവിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴും ചർച്ചയാവുകയും ആളുകൾ വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒന്നാണ് താങ്കൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം. അതിനെ അതിജീവിച്ചു വന്ന EP ജയരാജൻ എന്ന നേതാവ്. ഏത് സമയത്തും ഏത് കാലത്തും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ മായാത്ത ഒരു അനുഭവമോ ഓർമ്മയോ ആയി ആ സംഭവത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്താവും? എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ നിരവധി ഘട്ടങ്ങളിൽ ഭീകരമായ പോലീസ് മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. ഒരു ഘട്ടത്തിൽ അത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപാണ്. കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ഭീകരതയുടെ കാലഘട്ടത്തിൽ അവിടെ ജയപ്രകാശ് മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടു വന്നു. ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം കേരളത്തിലൊരു പര്യടനം ഉണ്ടായിരുന്നു. ആ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അന്ന് സഖാവ് AKG കണ്ണൂർ പാർട്ടി ഓഫീസിലുണ്ട്. ഞാനവിടെ പാർട്ടി ഓഫീസിലുള്ളപ്പോൾ
അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി രാഘവനായിരുന്നു. അന്ന് എം വി രാഘവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജയപ്രകാശ് തീവണ്ടിയിൽ വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വീരേന്ദ്രകുമാർ അറിയിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിങ്കൊടി കാണിക്കാൻ കോൺഗ്രസ്സുകാർ ആസൂത്രിതമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അവരക്രമാസക്തമാണ്. ആ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനുള്ള ജനങ്ങളും അവിടെ ഉണ്ടാകണം. അതനുസരിച്ച് രാവിലെ വെളുപ്പാൻ കാലത്തൊരു 3:30-4 മണിക്കാണ് ആ വണ്ടി കണ്ണൂരിലെത്തുന്നത്. രാത്രി തന്നെ ആണ് ഞങ്ങളോട് പറയുന്നത്, രാത്രി തന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തി. ആ ജനക്കൂട്ടം അവിടെ എത്തുമ്പോഴേക്കും സഖാവ് AKG വന്നു. ട്രെയിനിൽ നിന്ന് സഖാവ് AKGയുമായിട്ട് JP സംസാരിച്ചു. അതിനുശേഷം AKG അവിടുന്ന് കാറ് കയറിപ്പോയി. JP ട്രെയിനിൽ മംഗലാപുരത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഏതാണ്ട് ഇന്നത്തെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, അവിടെ എത്തുമ്പോഴേക്കും വൻ പോലീസ് സന്നാഹം ഞങ്ങളുടെ ജാഥക്ക് നേരെ ആക്രമണം വിളിച്ചു. എല്ലാവരെയും അടിച്ചു പിരിച്ചു. ഞാൻ പിന്നെ അടികൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ അടി ഏശാത്ത ഭാഗം ഉണ്ടായിരുന്നില്ല. പിന്നെ പോലീസിനെ കണ്ട് അടികൊണ്ട് ഓടുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അടികൊണ്ട് അന്നാണ് എൻ്റെ തലയൊക്കെ മുറിഞ്ഞ് എനിക്ക് വല്ലാത്ത തരത്തിലുള്ള പരിക്ക് പറ്റി അവിടെ അബോധാവസ്ഥയിൽ കിടന്നു. പിന്നെ എല്ലാവരും ഓടിക്കളഞ്ഞ് ഞാനേ ഉള്ളൂ. പിന്നീട് അവിടെ തന്നെ ഇട്ടിട്ട് പോലീസ് പോയി. പിന്നെ വെളുപ്പാങ്കലാകുമ്പോഴേക്കും ഇത് വാർത്ത വരുന്നു, AKG ഇതറിഞ്ഞു. AKG എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മുമ്പിൽ SP-യുടെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഞാൻ പിന്നീട് മനസ്സിൽ വലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉച്ചവരെ പോലീസ് സ്റ്റേഷനകത്തിട്ടു. പിന്നീടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് ഹോസ്പിറ്റൽ വന്നിട്ടാണ് മജിസ്ട്രേറ്റ് പിന്നെ ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം മൊഴിയെടുത്തത്. അങ്ങനെ ഭീകരമായിട്ടുള്ള ആക്രമണം ഇത് 74-ലാണ്. പിന്നീട് 75-ൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാൻ കുറേ കാലം DIR അനുസരിച്ച് ജയിലിലായിരുന്നു. പിന്നെ അതിനുശേഷം അതിലൂടെയാണ് ഈ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൂടുതൽ കരുത്ത് നൽകാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിത അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ള വഴി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സജീവമായി രംഗത്തിറങ്ങി, പ്രവർത്തന രംഗത്തൊക്കെ വന്നു. അങ്ങനെ അതിന് ശേഷമാണ് KSYF-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി. SFIയുടെ രംഗത്ത് സജീവമായിരുന്നു ഞാൻ SN കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ അതിനുശേഷം അതാണ് ഈ സർവകലാശാല നിയമത്തിനെതിരായിട്ട് തലശ്ശേരി കോടതിക്ക് മുമ്പിൽ പ്രകടനം നടത്തി. ആ തലശ്ശേരി കോടതിക്ക് മുമ്പിൽ വെച്ചിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. അന്നാണ് കേരളത്തിൽ ഈ CRPF-ൻ്റെ ആദ്യത്തെ അടി തുടങ്ങുന്നത്. പിന്നെ സർവകലാശാല നിയമത്തിനെതിരായിട്ടുള്ള SFI പ്രക്ഷോഭത്തിന് നേരെ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് മർദ്ദനം പറ്റി. അന്ന് ഞങ്ങളെയൊക്കെ അന്ന് രക്ഷിക്കാൻ പിണറായി എന്ന് ഓടിയെത്തി. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പിണറായിയൊക്കെയാണ്. അന്ന് ആ പരിപാടി പങ്കെടുത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കടലിൽ തുള്ളി. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പാട്യം ഗോപാൽ, പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കളാണ് രംഗത്ത് വന്ന് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് പല ഘട്ടങ്ങളിലും. ഈ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് താങ്കളിലെ പോലൊരു നേതാവിൻ്റെ വളർച്ച വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ മാറുന്നത്. അതിനിടയിൽ പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിപ്പോൾ ഒരു സംഘടനാ സമ്മേളന കാലമാണ്. പാർട്ടി കോൺഗ്രസ്സിലേക്ക് പോകുമ്പോഴാണ് ഒരു പാർട്ടി കോൺഗ്രസ് കാലത്ത് താങ്കൾക്ക് വലിയൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നൊരു നേതാവ് എന്നുള്ളത് കൊണ്ടാണ് പുതുതലമുറയോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സാന്ദർഭികമായി കടന്നു വന്നത്. അങ്ങനെ വന്ന ഈ കാലത്ത് കേരളത്തിൻ്റെ മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി അടക്കം കേരളത്തിൽ വലിയ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ ആ മാറ്റത്തെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാധ്യമ സമീപനം കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതിനെ ശരിയാം വിധം വിലയിരുത്തുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറിയായി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നേരിടും. എനിക്ക് നേരെ എൻ്റെ ഓർമ്മ ഒരു 4-5 പ്രാവശ്യം ബോംബെറിഞ്ഞിട്ടുണ്ട്. അത് ബോംബെറിഞ്ഞിട്ടാൽ അപകടത്തിൽപ്പെട്ട്
മരണപ്പെടുമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായി. ചിലപ്പോൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ ഡോറൊക്കെ തെറിച്ചു പോയി. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ചാണ്ഡീഗറിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് വാടക കൊലയാളികൾ വെടിവെച്ചത്. ആ വെടിവെച്ചപ്പോഴും അവർ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരവരുടെ യജമാനന്മാർക്ക് കൊടുത്ത സന്ദേശം ഞാൻ മരിച്ചു എന്നാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ മരിച്ചിട്ടില്ലെന്ന് വാർത്ത വരുന്നത്. എന്തായാലും വന്ന് ഡൽഹിയിൽ പിന്നെ അന്ന് ചെന്നൈയിലെത്തി, ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സയൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ലണ്ടനിലൊക്കെ പോയി ചികിത്സിച്ചൊക്കെ വന്നു. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതിൽ നിന്നാണ് എന്നെ പാർട്ടി ഓരോ ചുമതലയും ഏൽപ്പിച്ചത്. ആ ചുമതല അനുസരിച്ച് ഒരു ഘട്ടത്തിൽ എന്നെ കേരളത്തിൻ്റെ നിയമസാമാജികനാക്കി. പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽപ്പിച്ചു. ഈ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ കായിക രംഗത്ത് അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക്, ഒരു 10-25 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താ കേരളം? ഓലമേഞ്ഞ വീടുകൾ, കുടിലുകൾ, റോഡുകളില്ല, അങ്ങനെയുള്ളൊരു കേരളമായിരുന്നു. ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന ഈ കാലത്ത് എന്ത് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്നവർ പറയുന്നത് സ്വാഭാവികമായി വരുന്ന കേരളത്തിൻ്റെ ഒരു വളർച്ച മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നാണ്. ഇന്നത്തെ കേരളമായി രൂപപ്പെടുന്നതിൻ്റെ തുടക്കം 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതാണ് ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം മാറ്റം. മറ്റൊന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ് സഹകരണം, ആരോഗ്യം. ഈ രംഗങ്ങളിലെല്ലാം ഒരു ജനകീയ താൽപ്പര്യ സംരക്ഷണത്തിനുള്ള നയങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിച്ചു വന്നു. അങ്ങനെ ഒരു വികസനത്തിൻ്റെ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേരളത്തിൽ ഞാൻ വ്യവസായ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് പുരോഗതിയില്ല, കാർഷിക രംഗത്ത് പുരോഗതിയില്ല. ആ രംഗത്തെ മാറ്റി തീർക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക രംഗത്ത് സമഗ്രമായൊരു മാറ്റം വരുത്തണം. എന്താണ് വ്യവസായത്തിൻ്റെ സംരംഭകർക്ക് കേരളത്തിലെ തടസ്സം എന്ന് നോക്കി സംരംഭകർക്ക് വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടപ്പിലാക്കുക. ഇവിടെ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് നിക്ഷേപകർ വന്ന് അപേക്ഷ കൊടുത്ത് 2-3 വർഷം കാത്തിരുന്ന് നിരാശരായി തിരിച്ചു പോകേണ്ട ഘട്ടം വന്നു. അതുണ്ടാകാതെ ഇരിക്കാനാണ് ഇവിടെ നിയമമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അപേക്ഷ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ അനുവാദം കിട്ടുന്നില്ലെങ്കിൽ ഡീംഡ് പെർമിഷനായി കണക്കാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, അപേക്ഷ കൊടുത്ത ഡേറ്റും അതിൻ്റെ കാര്യങ്ങളും. എന്ന് വെച്ചാൽ EP പറയുന്നത് ഈ ഭരണ തുടർച്ച കൊണ്ട് മലയാളി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മാറ്റം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരിക്കും ഇത്തരം അടിത്തറ പാകുന്നു. അവിടെ നിന്ന് 21 വന്ന 2ാം പിണറായി സർക്കാർ അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു മാറി എന്നാണ്. അതെ, ഒരു തുടർച്ചയാണത്. ആദ്യത്തെ ഗവൺമെൻറ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ഥിതി വെച്ചുകൊണ്ട് സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഠിനമായ പരിശ്രമം നടത്തി. പിന്നീട് വന്ന ഗവൺമെൻറ് അതിൽ നിന്ന് കുറേ കൂടി അതിവേഗത്തിൽ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ അതിവേഗത്തിലുള്ളൊരു കുതിപ്പിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ മേഖലയിൽ പരിഹാരം കണ്ടെത്താൻ വ്യവസായങ്ങൾ ഉണ്ടായേ പറ്റൂ. വ്യവസായ നിക്ഷേപകർ വരണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, കേരളം നിക്ഷേപത്തിന് പറ്റിയ അന്തരീക്ഷമല്ല, ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല. ഇവിടെ നിക്ഷേപിക്കരുത്, ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന ആളുകൾ തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലം വരെ ഉണ്ടായില്ല. ഇപ്പോൾ നിക്ഷേപ സംരംഭകത്തിൽ സമ്മേളനത്തിലൊക്കെ എല്ലാ പാർട്ടിക്കാരും പങ്കെടുത്തു, വളരെ സന്തോഷം. പക്ഷെ 2 മാസം മുമ്പ് എന്താണ് അവർ പറഞ്ഞത്? നിക്ഷേപകർ ഇങ്ങോട്ട് വരരുത്, ഇവിടെ നിക്ഷേപ സൗഹൃദമല്ല, ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല, ഇവിടെ കൊടികുത്തി പൂട്ടിക്കും. എവിടെയെങ്കിലും ഒരു വ്യവസായം കഴിഞ്ഞ 8.5 ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യവസായം കൊടികുത്തിയിട്ട് പൂട്ടിച്ചിട്ടുണ്ടോ? എന്നാൽ പല വ്യവസായങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ലേ? പൊതുമേഖലാ വ്യവസായങ്ങൾ പ്രവർത്തിപ്പിച്ചില്ലേ? ഇതുപോരാ, നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ
കൂടുതൽ നിക്ഷേപം വരണം. നമുക്ക് കേരളത്തിൽ നമ്മുടെ സ്ഥിതി എടുത്ത് നോക്കിയാൽ നമുക്ക് പണമില്ല, പണം വേണം. നമുക്ക് ടെക്നോളജി ഇല്ല. നമുക്കില്ലാത്തത് നമ്മുടെ ഉള്ള സ്ഥലത്ത് വാങ്ങി പുരോഗതി കൈവരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് നിക്ഷേപകരെ ആകർഷിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നമുക്ക് വാങ്ങണം. അത് വാങ്ങി കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്തണം. അതാണ് ഈ ഗവൺമെൻറ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംരംഭകർക്ക് കേരളത്തിലേക്ക് വന്ന് സംരംഭകരാകാൻ കഴിയുന്ന ആത്മവിശ്വാസം പകരുന്ന നിലയിൽ നമ്മുടെ നിയമസഭ നിയമനിർമ്മാണം നടത്തി, റൈറ്റ്? അതൊരു വലിയ മാറ്റത്തിന് വിധേയമായി. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് നയം അന്ന് സർക്കാർ രൂപീകരിച്ചത് 2016 കണക്കനുസരിച്ച് വളരെ തുച്ഛമായിരുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം. അവിടെ നിന്നൊരു വലിയ കുതിപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴുള്ളത്. ഇതിന് മാറ്റം വരുത്തിയത് ആ കാലം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് നയമാണോ? അന്നത്തെ കാലഘട്ടത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടേ അന്ന് ചെയ്യാൻ കഴിയും. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് നിർവഹിച്ചു. തുടർച്ചയായി വരുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ അന്ന് വളരെ ചുരുക്കം സ്റ്റാർട്ടപ്പുകൾ മാത്രമേ എന്നുള്ളൂ. ഇത്രമാത്രം ഒരു വികാസ രംഗത്തായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിൻ്റെ വികാസ രംഗം ലോകത്തിലാകെ വളർന്നു വരുമ്പോൾ അതിനെ പൂർണ്ണമായും സ്വീകരിച്ച് സ്വാംശീകരിച്ച് അത് കേരളത്തിൽ പ്രയോഗിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരികയാണ്. നമുക്ക് ലോകത്തിൽ പല രാജ്യങ്ങളും വളർന്ന് വികസിക്കുകയല്ലേ. ആ വികസനത്തോടൊപ്പം നമ്മളും പോകണ്ടേ? നമ്മൾ ഇന്നും ഈ ദരിദ്രരായി പട്ടിണി കിടന്ന് നശിക്കാൻ ജനിച്ചവരാണോ? നമുക്ക് മാറ്റമുണ്ടാക്കണ്ടേ? നമ്മുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? കാർഷിക രംഗത്തുള്ള ഒട്ടനവധി ഭൂപ്രശ്നം പരിഹരിച്ചു. ഇനി പുതിയ വ്യവസായ സംരംഭങ്ങൾ. നമ്മുടെ യുവാക്കളുടെ പ്രധാന പ്രശ്നം തൊഴിൽ രഹിതരായ കേരളീയരാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം തൊഴിൽ രഹിതരില്ലാത്ത കേരളമാണ്. എങ്ങനെ തൊഴിൽ രഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കും? അതിൽ സുപ്രധാനമായ പങ്ക് വ്യവസായങ്ങൾക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയിൽ നിങ്ങളെപ്പോലുള്ള വളരെ സീനിയറായ ലീഡേഴ്സായിരുന്നു അന്ന് മിനിസ്റ്റേഴ്സ്. അവരൊക്കെ മാറി പുതിയ തലമുറയിൽപ്പെട്ട മന്ത്രിമാരൊക്കെ വന്നപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു കാലാവധി തീരുകയാണ്. എങ്ങനെയാണ് അവരെ റേറ്റ് ചെയ്യുന്നത് ശ്രീ ഇ പി ജയരാജൻ? അവരുടെ നല്ല പെർഫോമൻസാണ്. നമ്മുടെ കേരളത്തിലെ ഒരാളെ ചുമതല ഏൽപ്പിച്ചാൽ, പാർട്ടി ചുമതല ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ LDF ചുമതല ഏൽപ്പിക്കുന്നത്, ആ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതിനൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ്. വെറുതെ നറുക്കിട്ടെടുക്കുന്നതല്ല. വെറുതെ ആരെങ്കിലും ഒരാൾ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഈ മന്ത്രിയാകുക എന്ന് പറയുന്നതല്ല. അല്ലെങ്കിൽ മന്ത്രി കസേലൊക്കെ കുപ്പായിട്ട് നടക്കുന്ന പലരും ഉണ്ടല്ലോ. ഇപ്പോൾ പല കുപ്പായം തയ്പ്പിച്ചു, അതെല്ലാം കീറി പറഞ്ഞു പോയി, നശിച്ചുപോയി. പുതിയ കുപ്പായം തയ്പ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം ഒരു ചുമതല നിർവഹിക്കാൻ ആ പ്രസ്ഥാനങ്ങളിലൊക്കെയുള്ള ആളുകളെ, അവരുടെ കഴിവുകളെ കണ്ടെത്തി ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് അവരെ ഉപയോഗപ്പെടുത്തും. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മന്ത്രിമാർ വരുന്നു, പുതിയ ആളുകൾ വരുന്നു. അത് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജനിച്ച കാലഘട്ടത്തിൻ്റെ തലമുറയേക്കാൾ എത്രയോ മുമ്പിലാണ് ഇന്നത്തെ തലമുറ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമാണത്. ഇനി വരുന്ന തലമുറ നമ്മളെക്കാളും മുമ്പിലായിരിക്കും. കാരണം മനുഷ്യനിൽ വരുന്ന മാറ്റം ബുദ്ധിപരമായ വളർച്ചയാണ്. ആ വളർച്ച പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകും, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതെ. അപ്പോൾ ആ മാറ്റങ്ങളെ മനസ്സിലാക്കി അതിനെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രിമാരുടെ മുമ്പിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം. അപ്പോൾ താങ്കൾക്ക് ശേഷം ഇപ്പോൾ ഞാനൊരു സ്പെസിഫിക് ആയിട്ടൊരു വകുപ്പെടുത്താൽ ഇൻഡസ്ട്രീസ്, വ്യവസായം എടുക്കാം. വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ശേഷം വന്ന രാജീവ് കൈകാളുമ്പോൾ മികവോടെ താങ്കളൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ പേഴ്സണലായി ചോദിക്കുകയാണ്, അഭിനന്ദിച്ച അനുഭവങ്ങൾ ഒന്ന് പറയാമോ? അതുണ്ടായിട്ടുണ്ടോ? രാജീവ് നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നും അഭിനന്ദനവും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ചടങ്ങ് പോയി തോളത്ത് തട്ടി പറയേണ്ടി വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥതയോടുകൂടി. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം ആത്മാർത്ഥതയോടുകൂടി കേരളത്തെ ഒരു പുതിയ കേരളമാക്കുക എന്നുള്ളതാണ്. അതായത് എന്നെങ്കിലുമല്ല, ഞങ്ങളൊക്കെ മരിച്ചിട്ട് രാജ്യം നന്നാക്കണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കേരളം മാറണം. ഈ കേരളത്തിലെ പട്ടിണി അവസാനിക്കണം. ഈ കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം. അതിനാണ് അതിവേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിൽ പല രൂപത്തിൽ വിവാദങ്ങളിൽ മാധ്യമങ്ങളിൽ ഒരു കഥാപാത്രമായി കേന്ദ്ര കഥാപാത്രമാകുന്ന ശ്രീ പി ജയരാജനും എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. മാധ്യമങ്ങളെക്കുറിച്ച് വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ എന്താണ്? മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയുമാണ്. അത് ഏതാണ്ട് മഹാഭൂരിപക്ഷവും വലതുപക്ഷ ശക്തികളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് സീതാറാം യെച്ചൂരി മരിക്കുന്നതിന് മുമ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഇല്ല.
പക്ഷേ ഈ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ എഴുതി, ഞാൻ സീതാറാം യെച്ചൂരിയെ ശക്തമായി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശിച്ചു, വളരെ മോശമായി വിമർശിച്ചു, വാർത്ത എഴുതിയില്ലേ. അവസാനം ഡൽഹിയിൽ നിന്ന് പ്രകാശ് കാരാട്ടിന് തന്നെ ഇതിന് മറുപടി പറഞ്ഞു. അതാ മാധ്യമങ്ങൾ ബോധപൂർവം വാർത്ത സൃഷ്ടിക്കില്ലേ. ഒരു വേട്ടയാടലാണ്. ഞാനിത് എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് വേട്ടയാടലുണ്ടായിട്ടുണ്ട്, യുവജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ കടുപ്പമാണോ ഇപ്പോൾ? അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് എനിക്കതിനുള്ളൊരു മറുപടിയേ ഉള്ളൂ. ഈ കല്ലെറിയുന്നത് മാങ്ങയുള്ള കൊമ്പനെ എറിയൂ. ഇടതുപക്ഷത്തെ തകർക്കാൻ ആരെയൊക്കെ നശിപ്പിക്കണം എന്നൊരു ടാർഗറ്റുണ്ട്. ആ ടാർഗറ്റ് വെച്ചുകൊണ്ട് നശീകരണ വാസനയോടുകൂടി പാർട്ടി നേതൃത്വത്തെ, പാർട്ടി പ്രവർത്തകരെ എല്ലാം ആക്രമിച്ച് ഒന്നുമല്ലാതായി തീർക്കുക. ഇത് ഇവിടുത്തെ എൻ്റെ കഥ. ഇത് മാത്രമല്ല, എത്രയോ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇതുപോലെ വേട്ടയാടുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ. ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങളായത്. അതിൻ്റെ കാരണം ഞങ്ങളുടെ ശരിയായ രാഷ്ട്രീയ നിഗമനങ്ങളും ശരിയായ ധാരണകളും തെറ്റ് ചെയ്യാതിരിക്കുന്ന പ്രവണതകളും സമീപനങ്ങളുമാണ്. ഈ മാധ്യമങ്ങൾ, ഞാൻ ഇടയിലൊന്ന് ചോദിച്ചിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിൻ്റെ താങ്കളൊക്കെ പറയുന്ന ഈ മാറ്റം, ഇടതുപക്ഷം പറയുന്ന മാറ്റം, വളരെ ബോധ്യമായ അനുഭവപ്പെടുന്ന മാറ്റം നമ്മുടെ നാടിന് സംഭവിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നു? അതിൽ വിമർശനമുണ്ടോ? അതിൽ അവരുടെ പണി അവർ കാര്യമായി ചെയ്യുന്നുണ്ടോ? അതിനോട് യോജിപ്പുണ്ടോ താങ്കൾക്ക്? വലതുപക്ഷ ശക്തികളുണ്ട്, വലതുപക്ഷ രാഷ്ട്രീയമുണ്ട്, വർഗീയ സംഘടനകളൊക്കെയുണ്ട്. അവരെല്ലാം ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ശക്തിപ്പെട്ടു വരരുത്. അതിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ശക്തിപ്പെടരുത്. ഇത് അവരുടെ ഒരു ടാർഗറ്റാണ്, ലക്ഷ്യമാണ്. സംസ്ഥാനങ്ങളിലായാലും ഇടതുപക്ഷം ശക്തിപ്പെടരുത്. ഇടതുപക്ഷം ശക്തിപ്പെടുന്നതിനെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ശക്തിപ്പെടുന്നതിനെയാണ് ഈ വലതുപക്ഷ ശക്തികൾ ആകെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളെയാണ്. ആ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വ്യക്തിഹത്യ നടത്തുക. മനുഷ്യന് വ്യക്തിഹത്യ നടത്തുന്നതിന് ഞാനിതിൻ്റെ ഒരു പരിധി വേണ്ടേ? നമ്മുടെ നവമാധ്യമ രംഗത്ത്, ന്യൂസ് ചാനലിൽ, യൂട്യൂബിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് എഴുതി പ്രചരിപ്പിച്ചത്? ഞാനത് പറയുന്നില്ലത്, കാരണം അത് പറയുന്നത് ഒരു ഗുണമല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? വെറുതെ പറയുകയാണോ? അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ സമാധാനിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ എന്തെല്ലാം കേട്ടു, എന്തെല്ലാം അപവാദം കേട്ടു. സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നു. ആ കണക്കിന് ഞാൻ എത്രയോ അകലെയാണ്. എന്തിനാ വേട്ടയാടുന്നത്? എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ? ഇപ്പം ഈ ആത്മകഥയുടെ സമയത്തൊക്കെ താങ്കളെ വേട്ടയാടുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ വസ്തുത മനസ്സിലാക്കാതെയാണ് ചാടിപ്പുറപ്പെട്ടതെന്നാണോ പറയുന്നത്? ആത്മകഥാ വിവാദമൊക്കെ കുറേ സജീവമായി നിന്ന ദിവസങ്ങളുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. 1.5 വർഷം, അതായത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പാണ് ഈ BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജാവേദ്കർ എന്നെ കാണാൻ വന്നതാണ്. ഞാനുള്ള എൻ്റെ മകൻ്റെ വീട്ടിൽ ഞാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് എന്നെ പരിചയപ്പെടാൻ വന്നതാണ്. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതന്നെ, ഞാൻ രമേശ് ചെന്നിത്തലയുമായി പരിചയപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുമായി പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ഇവരെ പ്രഭാതി എന്തോ പറയും, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ, അപ്പോൾ ഇതിനെ പോകുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാ സംഭവം. എന്താ ഇവിടെ പത്രം എഴുതിയത്? എന്തൊക്കെയാണ് വാർത്ത എഴുതിയത്? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുമ്പുള്ള കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അന്ന് രാവിലെ പറഞ്ഞതുപോലെ ആക്കി വാർത്ത കൊടുത്തില്ലേ? ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന വാർത്ത EP ജയരാജൻ്റെ BJP എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള വാർത്തകളായിരുന്നു. വോട്ടർമാരിൽ അങ്കലാപ്പുണ്ടാക്കുക, അത് ഒരു വ്യക്തിഹത്യയുടെ ഭാഗമാണ്. അത് വെറുതെ വന്നതല്ല, ആസൂത്രിതമാണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, എൻ്റെ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല. മുഴുവൻ എഴുതി ഞാൻ തന്നെ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല. പറയുന്നൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കും.
അതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക. ആ ആത്മകഥ ഇത്രാം തീയതി 10:30 മണിക്ക് പ്രകാശനം ചെയ്യുന്നു. ആ ആത്മകഥയിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി. ടൈംസ് ഓഫ് ഇന്ത്യ ഇത്രമാത്രം നിലവാരമില്ലാത്ത പത്രമായോ? എന്തടിസ്ഥാനത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്? അതിൻ്റെ പിന്നിൽ ആരുമില്ലെന്നാണോ ഞാൻ ധരിക്കേണ്ടത്? ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അംശമാണത്. അത് പ്രസിദ്ധീകരിച്ചിട്ടെന്താ? എൻ്റെ ആത്മകഥ ഞാൻ എഴുതിയിട്ടില്ലാത്ത കാര്യം. പക്ഷെ എന്തോ അന്ന് രാവിലെ തന്നെ ഞാനിത് കണ്ടതുകൊണ്ട് അത് വലിയ ആപത്ത് ഒഴിവായി എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ രാവിലെ കണ്ടു. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ചാനലുകാരെ വിളിച്ചു. അപ്പോൾ DC ബുക്സുകാരാണ് അതിൻ്റെ ആളെ വിളിച്ചു. അപ്പോൾ അയാൾ വിദേശത്താണ്. അദ്ദേഹം ഉള്ളത് ഇവിടെ ദുബൈയിലോ മറ്റാണ്. അവരോട് ഞാൻ പറഞ്ഞ അടിയന്തരമായി അദ്ദേഹത്തോട് തന്നെ വിളിക്കാൻ പറയണം. അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു. ഞാൻ ഞാൻ അധികം പരിചയമുള്ള ആളല്ല. DC ബുക്സിൻ്റെ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ചാനൽ ഇങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ 10:30 പ്രകാശനം ചെയ്യുന്നു. എൻ്റെ ഈ പുസ്തകത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്ഥാനാർത്ഥിയെ അതുവരെ കണ്ടിട്ട് തന്നെയില്ല. വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നല്ലോ. എവിടെ നിന്നാണിത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അതെ, പുസ്തക പ്രസാധകനും അറിഞ്ഞുകൂടാ. ഈ രവി എന്നോട് പറഞ്ഞു, സാർ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ച് ഒരു അരമണിക്കൂറിനാണ്. ഞാൻ പറഞ്ഞു, അടിയന്തരമായി ഒന്നുകിൽ നിങ്ങളിപ്പോൾ എല്ലാ മാധ്യമത്തോടും വിളിച്ച് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാർ അരമണിക്കൂർ കൊണ്ട് വിളിക്കാം. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. അത് കാണുന്ന പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രീ EP നോക്കൂ. താങ്കൾ നേരത്തെ ഈ കട്ടൻ ചായയും പരിപ്പുടയും ചേർത്തിട്ട് അല്പം വിവാദമായി വരുന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. പഴയ കട്ടൻ ചായയും പരിപ്പുടയുടെയും കാലത്തെ പോലെ അങ്ങനെ അത് കുടിച്ചും കഴിച്ചും പാർട്ടിക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിലൊക്കെയുള്ള മാറ്റത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ സതുദ്ദേശപരമായി പറയുന്നൊരു കാര്യത്തെ വലിയ വിവാദമായി. അപ്പോൾ നേരെ വരുന്ന EP-യുടെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുടയും ഗംഭീരം, ആളുകൾ ഉറപ്പിക്കുകയാണ്. EP ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ കട്ടൻ ചായയും പരിപ്പുവടയും അങ്ങനെയല്ല പ്രസംഗിച്ചത് തന്നെ. ഇപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ കാര്യങ്ങളൊന്നും പഠിക്കരുത്, പല്ല് തേക്കരുത്, കുളിക്കരുത്, ഈ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതല്ല, കാലോചിതമായി കാര്യങ്ങൾ നിർവചിച്ച് പഠിച്ച് വളർന്നു വരുന്നവരാണ് ഇടതുപക്ഷക്കാർ. അതാ ഞാൻ നടത്തിയ പ്രസംഗം. അതെന്താക്കി? കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു. ഇത് എത്ര കൊല്ലം മുമ്പാണ്? എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം 84-ലോ 85-ലോ ആണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ആ വാർത്ത കൊടുത്തില്ലേ? എന്നെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് വാർത്ത കൊടുത്തില്ലേ? 40-45 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ച കാര്യം എടുത്തിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച പോലെ കൊടുക്കുന്നത്. എന്താ അതിൻ്റെ ഉദ്ദേശം? വിവാദ പ്രസ്താവനകൾ. ഏതാ വിവാദം? 45 കൊല്ലം മുമ്പ് നടത്തിയതാ, 30 കൊല്ലം മുമ്പ് നടത്തിയതാ. അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷതയുള്ള പ്രസംഗമാണ്. ആ പ്രസംഗം എടുത്തിട്ട് അവരെ ഇന്ന് കൊടുക്കുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായേക്കും. ഇങ്ങനെ വിവാദ പ്രസ്താവനകൾ നടത്തുന്നു എന്ന് വരുത്താൻ ബോധപൂർവമാണ്. അത് വ്യക്തിഹത്യയാണ്. ഇതൊന്നും അറിയാത്ത ഒരാളും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുമല്ല ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ശരിയായി മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കള്ളത്തരവും അധികകാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. സത്യം പുറത്തു വരും. ഇതിൽ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ? ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നാട്ടിൽ ചർച്ച ചെയ്യുന്നു, താങ്കളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ മാധ്യമങ്ങൾ വാർത്തകൾ വലിയ നിലയിൽ സംഭാവന ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അനുഭവം നേരിടുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ, പാർട്ടി പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നടപ്പാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ താങ്കൾ എപ്പോഴെങ്കിലുമൊക്കെ താങ്കളെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടോ? എനിക്കൊരു അസ്വസ്ഥതയില്ലെന്ന് മാത്രമല്ല, ഞാൻ അപ്പം മാതൃകയാക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാനാരോ എന്നെക്കുറിച്ച് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹത്തെ കുടുംബത്തെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഭാര്യയെയും മക്കളെയും ആക്രമിച്ചവരല്ലേ? അവിടെ എന്താ കമല ഇൻ്റർനെറ്റ് എഴുതിയവരല്ലേ? എനിക്ക് നിങ്ങളറിയുമെന്നറിയില്ല, എനിക്ക് പിന്നെ തൃശ്ശൂരിൽ ശോഭ പിന്നെ ഇവിടെ വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? എനിക്ക് ആ പത്രം എഴുതിയാളെ അറിയാത്തതുകൊണ്ടല്ല, എഴുതിയതാണ് പത്രത്തിൽ. സാധാരണ ഒരു 100-ാം ക്ലാസ് പത്രത്തിലല്ല, നിലവാരമുണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ പത്രത്തിൽ എഴുതിയ വാർത്തയാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട് എനിക്ക് ശോഭ സിറ്റിയിൽ വീട്. ഞാനതുകൊണ്ട് ആശ്വസിച്ചത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് തൃശ്ശൂർ വലിയൊരു ബംഗ്ലാവ് ഉണ്ടെന്ന് എഴുതി ഏതോ ഒരു വീടിൻ്റെ പടം കൊടുത്ത കാലമാണ്. ഞാൻ ഇന്ന് താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് വാർത്ത കൊടുത്ത്
ഏതോ ഒരു കുളത്തിൻ്റെ പടം പ്രസിദ്ധീകരിച്ചതാണ് ഇവിടുത്തെ മാധ്യമം. ഇതെല്ലാം വെറുതെ അങ്ങ് വന്നതാണെന്ന് ഞാൻ ധരിക്കണോ? അപ്പോൾ ഇതിലെല്ലാം ഉള്ളത് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം. ഇടതുപക്ഷത്തെ തകർക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലൊന്നും ഞാൻ പതറാൻ പോകുന്നില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്താൻ, ഇത്തരം ശക്തികളെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ, വലതുപക്ഷത്തിൻ്റെ ഇത്തരം വൃത്തികെട്ട നിലപാടുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിച്ച് വലതുപക്ഷത്തെ ദുർബലമാക്കാനുമുള്ള എല്ലാ നടപടികളും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. ഒറ്റ കാര്യം കൂടി അവസാനമായി, അതായത് നമ്മൾ ഈ കാലം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ സർക്കാരിന് ഒരു വർഷക്കാലം മാത്രം അവശേഷിക്കുന്നു. വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിൽ മെച്ചം, വ്യാവസായിക മുന്നേറ്റം, സ്റ്റാർട്ടപ്പുകളുടെ മികച്ച കാലം, സാമൂഹ്യക്ഷേമ നടപടികൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ പ്രതികൂല ഘടകങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് ഇനി വരുന്നൊരു കാലം, ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, വ്യവസായ മുന്നേറ്റത്തെ സംബന്ധിച്ച്, അതുവഴി ഒരു പുതിയ സർക്കാരിലേക്ക് പോകുന്ന കേരളത്തെ CP മനസ്സിൽ കാണുന്നത് എന്താണ്? ഒരു വർഷം കൂടി കഴിയുമ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളമാകുന്നത്. കേരളം വ്യവസായങ്ങളുടെ കുതിച്ചുയരുന്ന നാടാണ്. ഈ കേരളം ഒരു കയറ്റുമതിയുടെ നാടാണ്. കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വൻ പുരോഗതി നേടും. IT മേഖലകളിൽ കേരളം ഒരു വൻ കുതിപ്പായിരിക്കും. ഞാനത് പറയുന്നത് കണ്ണൂർ എയർപോർട്ടിൻ്റെ ചുറ്റും 5000 ഏക്കർ ഭൂമി IT മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മുടെ തുറമുഖങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം സീപോർട്ട്, വലിയ തരത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ വർദ്ധിക്കും. ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും, ഓരോ തൊഴിലാളിയും, കൃഷിക്കാരും, സാധാരണക്കാരും സാമ്പത്തികമായി അവർ ഉയരും. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതിദരിദ്രരില്ലാത്ത ഒരു സംതൃപ്തിയുടെ നാടായി ഈ കേരളം മാറും. ഭവനരഹിതരില്ലാത്ത കേരളമാകും. ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട നിലയിലുള്ളൊരു സംസ്ഥാനമാകും. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ നിറഞ്ഞു നിൽക്കുന്നൊരു നാട്, ലോകത്തിൽ വലിയൊരു സമ്പന്ന രാജ്യങ്ങളെപ്പോലെ ജനജീവിതം മെച്ചപ്പെടുത്തിയെടുത്ത് ഐശ്വര്യപൂർണമാക്കി ഒരു ബദൽ നയത്തിൻ്റെ സാക്ഷ്യപത്രമാണ് കേരളം. ഇന്നത്തെ ലോകത്തിലെ മുതലാളിത്ത വ്യവസ്ഥയല്ല ഇന്ന് അഭികാമ്യം. ജനങ്ങളുടെ ആകെ കൂട്ടായ്മയിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉപയോഗപ്പെടുത്തി ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ച് പുതിയ കേരളം സൃഷ്ടിച്ചതുപോലെ ലോകത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അത്തരം നയങ്ങൾ ഉയർത്തിപ്പിടിക്കണം. മുതലാളിത്തമല്ല ബദൽ. മുതലാളിത്തത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. സോഷ്യലിസമാണ് ബദൽ. അതിൻ്റെ നല്ല തുടക്കമാണ് ഈ കേരളം എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തും. അതായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ കേരളത്തിലുണ്ടാവുക. അതിലും അത്തരം മാറ്റങ്ങളുടെ ഒരു വലിയ തുടക്കമാണ് മവാസോ എന്ന് പറയുന്നത്. പുതിയ കാലത്തെ ആവശ്യകതയ്ക്കനുസരിച്ച് ആദ്യ എഡിഷൻ ഏറ്റവും മികവോടെ പോകുമ്പോൾ നമ്മുടെ ഏത് സംസാരവും ഒടുവിൽ വന്ന് എത്തി നിൽക്കുന്ന CP പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുന്നേറ്റം, കേരളത്തിൻ്റെ ഭാവി, അതിൻ്റെ മികവ് എന്നതിലേക്ക് നമ്മുടെയൊക്കെ ചിന്തകളും വർത്തമാനങ്ങളും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം. അതിൻ്റെ ഒരു വാക്ക് കൂടി, അതിൻ്റെ ലക്ഷണമാണിത്. ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് 2000-ൽ പരം ആളുകൾ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് പുതിയ സംരംഭത്തിന് തയ്യാറെടുക്കുകയാണ്. അവരുടെ ബുദ്ധിയും ശാരീരികമായ കരുത്തും ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് അർപ്പിക്കാനാണ് ഇവരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അതാണ് അവരുടെ സ്നേഹം, നാടിനോടുള്ള സ്നേഹം, കേരളത്തോടുള്ള സ്നേഹം. ആ സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിവിടെ സാക്ഷാത്കരിക്കുന്നു. വളരെ സന്തോഷം. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ EP ജയരാജൻ. അങ്ങനെ ഒരു നല്ല കേരളം നാളെ ഉണ്ടാവട്ടെ. ഈ നിലയിലുള്ള മുന്നേറ്റം കൂടുതൽ കരുത്തോടെ പോകട്ടെ. അതിനാവട്ടെ ഓരോ വർത്തമാനവും നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കട്ടെ. താങ്ക് യു.